ജനപ്രതിനിധികൾ, വളരെ വേദനയേറിയ ഒരു കാര്യമാണ് ഇന്നലെ ഉച്ചയോടുകൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്ന് പ്രധാനമന്ത്രി തന്നെ കണ്ടെത്തിയ പ്രസിഡന്റുമാരെയാണ് ദേശീയ വനിതാ ദിനാഘോഷത്തിന് വേണ്ടി ഗുജറാത്തിലേക്ക് ക്ഷണിച്ചത്. അത് പ്രകാരം അവിടെ എത്തിയ മുസ്ലിം ലീഗിന്റെ 3 ജനപ്രതിനിധികളിൽ ഒരാളെ ആദ്യം തന്നെ സെക്യൂരിറ്റി അവരുടെ സമ്മതം പോലും ചോദിക്കാതെ തട്ടം തലയിൽ നിന്നെടുത്ത് നിലത്തേക്കിട്ട് അവരെ അകത്തേക്ക് കയറ്റുകയും പിന്നാലെ വന്ന കാസർഗോഡിലെ ഷാഹിനെയും ഫൗസിയെയും തടഞ്ഞു വെച്ച് അവർക്ക് മുമ്പിൽ 4 പോലീസുകാരെ കാവലായി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ മുഴുവനും അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ തട്ടം മാറ്റാതെ നിങ്ങൾ അകത്തേക്ക് കയറ്റില്ല എന്ന് അറിയിച്ചപ്പോൾ അവർ ഞങ്ങൾ ഈ തട്ടം മാറ്റിയിട്ട് അങ്ങനെ ഒരു പരിപാടിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന് അവിടെ അറിയിച്ചുകൊണ്ട് അവർ പുറത്തു തന്നെ നിൽക്കാനുണ്ടായിരുന്നു. 1 മണിക്കൂറോളം പുറത്തുനിന്ന് ഇവരെ പ്രതിഷേധിച്ചപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസിഡന്റുമാരുടെ കൂടെ വന്ന ആയമാർക്ക് പ്രത്യേക സീറ്റ് മുകളിൽ ഒരുക്കിയിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിരിക്കാം എന്നിവരോട് പറയുകയും അത് സ്വീകരിക്കാൻ ഇവർ തയ്യാറാവാതിരിക്കുകയും ചെയ്തു. പ്രസിഡന്റുമാരെന്ന നിലയിൽ ക്ഷണിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല. മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേ പരിഗണന കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ പ്രസിഡന്റുമാരും ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ രംഗത്ത് വന്നതോടുകൂടിയാണ് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അതോടുകൂടി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഗുജറാത്ത് സർക്കാരും ഇവരകത്തേക്ക് കയറ്റി മറ്റുള്ളവരുടെ കൂടെ തന്നെ ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കമാണ്. ഫാസിസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഫാസിസം നമ്മുടെ മേലേക്ക് കയറി വരുന്നതെന്നുള്ള ഒരു തുടക്കം മാത്രമാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വനിതാ ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ ആരും തന്നെ ഇങ്ങനെ ഒരു പ്രകടനത്തിലോ പ്രതിഷേധ പ്രകടനത്തിലോ ഒന്നും പങ്കെടുത്ത ചരിത്രമില്ല. പക്ഷെ ഇന്നിപ്പോ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ തട്ടത്തിൽ കൈവച്ച് കളിക്കാൻ ഫാസിസം ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടി വന്നാൽ എവിടെയും ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വനിതാ ലീഗിന്റെയും മറ്റ് മുസ്ലിം ലീഗിന്റെ എല്ലാ ജനപ്രതിനിധികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ധീരമായ നിലപാടെടുത്ത